ഇപ്പോൾ എല്ലാവരും കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് കുറേ പ്രീവിയസ് ഇയർ പ്രോഗ്രാമറിനും അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു സിലബസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പല പരീക്ഷകളും PSC നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. ഇത് അസിസ്റ്റന്റ് പ്രൊഫസർ IT 2023 ചോദിച്ചാണ്. ഇൻ പാസ് ബൈ വാല്യൂ, നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടാവും, ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക, എന്നിട്ട് പ്ലേ ചെയ്യുക. ഓക്കെ. ഇൻ പാസ് ബൈ വാല്യൂ, വാല്യൂസ് ഓഫ് ആക്ച്വൽ പാരാമീറ്റർ ആർ കോപ്പിഡ് ടു ദ വേരിയബിൾസ് ഇൻ ദ പാരാമീറ്റർ ലിസ്റ്റ് ഓഫ് ദ കോൾഡ് ഫംഗ്ഷൻ. സോ എന്താണ് ഇവിടെ ഒരു പാസ് ബൈ വാല്യൂവിനകത്ത്, പാസ് ബൈ വാല്യൂ, പാസ് ബൈ റെഫറൻസ് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ പാസ് ബൈ വാല്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. വാല്യൂ പാസ് ചെയ്യുമ്പോൾ എന്താണ്? ദ ഒറിജിനൽ ഡേറ്റ ഇൻ ദ കോളിംഗ് ഫംഗ്ഷൻ കനോട്ട് ബി ചേഞ്ച്ഡ് ആക്സിഡൻ്റലി. Original data in the calling function can be changed accidentally. Original data in the calling function may be changed accidentally. Original data in the calling function shall be changed accidentally. എന്താണ്? ഒറിജിനൽ ഡേറ്റ ഇൻ ദ കോളിംഗ് ഫംഗ്ഷൻ കനോട്ട് ബി ചേഞ്ച്ഡ് ആക്സിഡൻ്റലി. അല്ലേ? എന്താണ്? ഒറിജിനൽ ഡേറ്റ ഒരിക്കലും കോൾ ബൈ വാല്യൂ എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഒരു വാല്യൂൻ്റെ കോപ്പിയാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ആ കോപ്പിക്കകത്താണ് എന്ത് ചെയ്യുന്നത്? എന്ത് ഓപ്പറേഷൻ വേണമെങ്കിൽ ആ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഡേറ്റയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല എന്നുള്ളതാണ് പാസ് ബൈ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. Which of the following is not the category of the function in C? സിക്കകത്ത് ഫംഗ്ഷൻ അല്ലെങ്കിൽ സിയിലെ ഏത് ഫംഗ്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് C ഫംഗ്ഷൻ അല്ലാത്തത്, സിയിൽ ഫംഗ്ഷൻ ആക്കാൻ പറ്റാത്തത് ഈ താഴെ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. നമുക്കറിയാം ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റും. സിയിൽ നമുക്ക് എഴുതാൻ പറ്റും, ഇങ്ങനെ എഴുതാം അല്ലേ? ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാതെയും റിട്ടേൺ വാല്യൂ ഇല്ലാതെയും ഫംഗ്ഷൻസ് എഴുതാം, കുഴപ്പമില്ല. ഫംഗ്ഷൻ വിത്ത് 1 ആർഗ്യുമെൻറ്റ് 1 റിട്ടേൺ വാല്യൂ അതും എഴുതാൻ പറ്റും, കുഴപ്പമില്ല. ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ, ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുകയും റിട്ടേൺ വാല്യൂ ഇല്ലാത്ത ഫംഗ്ഷൻ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ മൾട്ടിപ്പിൾ വാല്യൂ, ദിസ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ? ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ മൾട്ടിപ്പിൾ വാല്യൂ റിട്ടേൺ ചെയ്യുവാൻ എവിടെ നടക്കത്തില്ല? സിയിൽ നടക്കത്തില്ല. അങ്ങനെ പറ്റുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, പൈത്തണിനകത്തൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസിനെ റിട്ടേൺ ചെയ്യാൻ പറ്റും, പക്ഷേ സിയിൽ പറ്റത്തില്ല. സോ ദ ആൻസർ ഈസ് ഡി. ഇതിൻ്റെ ആൻസർ എന്താണ്? ഡി. ഓക്കെ. ഐഡൻറ്റിഫൈ എറർ ഇൻ ദ ഫോളോയിങ് C പ്രോഗ്രാം. അസിസ്റ്റന്റ് പ്രൊഫസർ IT 2023 ചോദിച്ചാണ്. ഐഡൻറ്റിഫൈ എറർ ഇൻ ദ ഫോളോയിങ് C പ്രോഗ്രാം. താഴെ തന്നിരിക്കുന്നതിനകത്ത് C പ്രോഗ്രാമിനകത്തുള്ള എറർ എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും പ്രോഗ്രാമിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ ഉണ്ട്, യു ക്യാൻ സി എ ഫംഗ്ഷൻ. നിങ്ങൾക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ കാണാം, ആ ഫംഗ്ഷനെ ഇവിടെ കോൾ ചെയ്തിരിക്കുന്നതും കാണാം. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, പോസ് ചെയ്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ചോദ്യം നോക്കുക, എന്നിട്ട് ഉത്തരം നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് പ്ലേ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ വോയിഡ് ആസ്കി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ വോയിഡ് ആസ്കി എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന പാരാമീറ്റർ ക്യാറും, എന്നാൽ ഇവിടെ റിസീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഡാറ്റ ടൈപ്പ് ഇൻറ്റു ആണ്. സോ ഇവിടെ ഈ ക്യാർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിനെ നമ്മൾ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഇൻറ്റിജർ ഡാറ്റ അല്ലെങ്കിൽ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിലേക്കാണ് ഇവിടെ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എറർ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ ഫംഗ്ഷൻ എന്തായിരിക്കും ഉണ്ടാക്കുന്നത്? ഒരു എറർ ഉണ്ടാക്കും. അപ്പം എന്താണ്? കോൺഫ്ലിക്റ്റ് ടൈപ്പ് ഫോർ ആസ്കി ഫംഗ്ഷൻ അല്ലേ? ആസ്കി ഫംഗ്ഷനകത്ത് എന്തായിരിക്കും ഉണ്ടാകുന്നത്? ടൈപ്പ് കോൺഫ്ലിക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലേ? ഫംഗ്ഷൻ നെയിം ഈസ് ഡിഫറൻ്റ് ഒന്നുമില്ല, നൺ ഓഫ് ദ എബോവ് അല്ല, കോൺഫ്ലിക്റ്റിൻ്റെ മെത്തേഡ് നെയിമും അല്ല. എന്താണ് ഉത്തരം? A ആയിരിക്കും ഉത്തരം അല്ലേ? ഇവിടെ ഒരു എന്താണ്? ടൈപ്പ് കോൺഫ്ലിക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലേ? ഇവിടെ ഇൻറ്റ്, ഇവിടെ ക്യാർ. ഓക്കെ. അടുത്തത് സ്കോപ്പ് ഓഫ് ആൻ ഓട്ടോമാറ്റിക് വേരിയബിൾ ഈസ് വിത്തിൻ ഡാഷ് ഇൻ എ C പ്രോഗ്രാം. സ്കോപ്പ് ഓഫ് ആൻ ഓട്ടോമാറ്റിക് വേരിയബിൾ, നമ്മൾ ഓട്ടോ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ ആവാം, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കാതെ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ ആവാം. അപ്പോൾ ഏതാണെങ്കിലും ഇതിനെ എന്താണ്? ലോക്കൽ വേരിയബിൾസ് ആണ്. ഓട്ടോ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്താലും ഓട്ടോ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കാതെ നമ്മൾ നോർമലായിട്ട് ഒരു ഫംഗ്ഷനകത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളും എന്ത് തന്നെയാണ്? ലോക്കൽ വേരിയബിൾസ് ആണ്. അപ്പോൾ നോക്കുക, ദ സ്കോപ്പ് ഓഫ് ആൻ ഓട്ടോമാറ്റിക് വേരിയബിൾ ഈസ് വിത്തിൻ ഡാഷ് ഇൻ എ C പ്രോഗ്രാം. ഓൾ ദ ഫംഗ്ഷൻസ് ആണോ? ദ ഫംഗ്ഷൻ വേർ ഇറ്റ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ആണോ? വോൾ പ്രോഗ്രാം ആണോ? മെയിൻ ഫംഗ്ഷൻ ഉള്ളി ആണോ? എവിടെയാണോ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഏത് ഫംഗ്ഷനകത്താണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ആ ഫംഗ്ഷനകത്ത് മാത്രമായിരിക്കും ആ വേരിയബിളിൻ്റെ വിസിബിലിറ്റി അല്ലെങ്കിൽ യൂസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. എ ഫംഗ്ഷൻ ദാറ്റ് കോൾസ് ഇറ്റ് സെൽഫ് ഈസ് കാൾഡ്. ഫംഗ്ഷൻ അത് വളരെ സിമ്പിൾ ഒരു പ്രോഗ്രാമാണ്. അതും അസിസ്റ്റന്റ് പ്രൊഫസർ ചോദിച്ചാണ്. എന്താണ് ഇറ്റ് സെൽഫ് അല്ലേ? റീയൂസബിൾ ആണോ? റീകോളബിൾ ആണോ? റിക്കേഴ്സീവ് ആണോ? വളരെ സിമ്പിളാണ്, റിക്കേഴ്സീവ് അല്ലേ? ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ വിളിക്കുന്നതിനെയാണ് നമ്മൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ.
In the C programming language, which of the following data type has the strictest alignment requirement? ഈ ചോദ്യം എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നമ്മൾ പല ഡേറ്റ ടൈപ്പുകളെ കുറിച്ച് പഠിക്കും അല്ലേ. ക്യാർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ എന്നൊക്കെ പറഞ്ഞ് പല ഡേറ്റ ടൈപ്പുകളെ കുറിച്ച് പഠിക്കും. ഈ പല ഡേറ്റ ടൈപ്പുകളുടെ സൈസ് ഡിഫറൻ്റ് ആണ്. നമ്മൾ ഇൻറ്റിജറിന് ഡിപ്പെൻഡിങ് ഓൺ കമ്പൈലറിനെയൊക്കെ ആശ്രയിച്ച് സൈസ് മാറും. അപ്പം ഇൻറ്റിജറിന് 2 ബൈറ്റ്, ചില കമ്പൈലറിനകത്ത് 4 ബൈറ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, എനിവേ എന്തായാലും 2, 4, 8, 16 ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഡേറ്റ ടൈപ്പിൻ്റെ, അല്ലെങ്കിൽ ക്യാരക്ടറിന് 1 ബൈറ്റ് ഒക്കെയാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനൊരു ചോദ്യം വരികയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് സൈസുള്ള ഡേറ്റ ടൈപ്പ് ഏതാണോ ആ ഡേറ്റ ടൈപ്പ് ആയിരിക്കും ഇതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ എഴുതേണ്ടത്. എന്താണ് ഈ സ്ട്രിക്റ്റ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പ്യൂട്ടർ ഒരു 32 ബിറ്റ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ 64 ബിറ്റ് കമ്പ്യൂട്ടർ ആണെങ്കിൽ, അതായത് അതിൻ്റെ വേർഡ് ലെങ്ത് 32 അല്ലെങ്കിൽ 64 ആണെങ്കിൽ, അതായത് അറ്റ് എ ടൈം ആ ഒരു പ്രോസസ്സറിനെടുത്ത് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റയുടെ സൈസാണ് അല്ലേ. അപ്പം പലപ്പോഴും ഈ മെമ്മറി റീഡ് ചെയ്യുന്ന അവസരത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 16 ബൈറ്റിൻ്റെ അല്ലെങ്കിൽ 16 ബൈറ്റുള്ള ഒരു ഡേറ്റ ടൈപ്പ് ഉള്ള ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാരണവശാൽ ഈ 32-ൽ നിന്നും തൊട്ട് അല്ലെങ്കിൽ 32-ൽ എത്തിയിട്ട് അത് മുറിഞ്ഞ് ബാക്കി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് റീഡിങ് കോംപ്ലക്സിറ്റി ഉണ്ടാക്കും, കമ്പ്യൂട്ടർ സ്ലോ ആവുകയും ചെയ്യും. അതായത് 32 ഒരു വേർഡ് എടുത്ത് പ്രോസസ്സ് ചെയ്യുമ്പം ആ 32 സൈസിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 16നെ മുറിച്ച് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതായത് 8 ബിറ്റ് ഇപ്പുറത്തും 8 ബിറ്റ് അപ്പുറത്തും ആയി പോയി കഴിഞ്ഞാൽ, ഒരു വേർഡ് 32 കഴിഞ്ഞ് ആ ബോർഡറിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം റീഡിങ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അത് വളരെ കോംപ്ലക്സ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എപ്പോഴും മാക്സിമം എന്താണ് ചെയ്യുന്നത്, 16 ബിറ്റ് അല്ലെങ്കിൽ 8 ബിറ്റ് ആണെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് ഡേറ്റ ടൈപ്പ് ഏതാണോ, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡേറ്റ ടൈപ്പ് ഏറ്റവും ലാർജസ്റ്റ് ഡേറ്റ ടൈപ്പ് ഏതാണോ ആ ഡേറ്റ ടൈപ്പിൻ്റെ സൈസിന് അനുസരിച്ചായിരിക്കും പലപ്പോഴും, അല്ലെങ്കിൽ കൃത്യമായിട്ട് പാഡിങ്. ഇപ്പോൾ 32-നകത്ത് ഡേറ്റ നിൽക്കുന്നില്ല എങ്കിൽ, അതായത് ഒരു ഡബിൾ ഡേറ്റ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ട് ഡേറ്റ ഏതായിക്കോട്ടെ, ഒരു ഡേറ്റ ടൈപ്പ് അതായത് ഈ 32 ബിറ്റിനകത്ത് നിൽക്കുന്നില്ല എങ്കിൽ, 32 ബിറ്റ് കഴിഞ്ഞ് പകുതി 32 ബിറ്റിന് അപ്പുറം പോകുന്നുണ്ടെങ്കിൽ അത് അത്രയും ഭാഗം പാഡിങ് ഇട്ടിട്ട്, അതായത് അത്രയും ഭാഗം മെമ്മറി ഫ്രീ ആക്കിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്കായിരിക്കും എന്ത് ചെയ്യുന്ന ഡിക്ലറേഷൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പലപ്പോഴും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഡേറ്റ ടൈപ്പ് ഏതാണോ ഇതിനകത്ത് ഓപ്ഷൻ തരുന്നത് അതായിരിക്കും ഇതിൻ്റെ ഉത്തരമായിട്ട് പറയുന്നത്. ഇവിടെ ഡബിൾ ആണ്. അപ്പം എന്താണ് പറയുന്നത്, ലോങ് ഡബിൾ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ലോങ് ഡബിൾ ആയിരിക്കും, അങ്ങനെ ലോങ് ഫ്ലോട്ട് ഉണ്ടെങ്കിൽ ലോങ് ഫ്ലോട്ട് ആയിരിക്കും. അപ്പോൾ കൂട്ടത്തിൽ ഓപ്ഷനകത്ത് വരുന്ന ഏറ്റവും ലാർജസ്റ്റ് ഡേറ്റ ടൈപ്പിനെ നീക്കി ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതാം. ഓക്കെ, which type conversion requires an explicit cast in C? ഇതിനകത്തൊരു എക്സ്പ്ലിസിറ്റ് കാസ്റ്റ് വരുന്നത് ഏത് ടൈപ്പ് കൺവേർഷൻ ആണെന്നാണ് ചോദിച്ചിരുന്നത്. ഇംപ്ലിസിറ്റ് കൺവേർഷൻ ഫ്രം, ഇതിനകത്ത് അതായത് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്ന വാക്ക് വേണ്ട, എനിക്കൊന്ന് ചോദ്യത്തിനകത്തും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു, ഇംപ്ലിസിറ്റ് എന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിച്ച് ടൈപ്പ് കൺവേർഷൻ റിക്വയർസ് ആൻ എക്സ്പ്ലിസിറ്റ് കാസ്റ്റ്. എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാസ്റ്റിംഗ് ആവശ്യമായിട്ട് വരുന്നത് ഏതാണെന്നാണ് അല്ലേ. ക്യാർ ടു ഇൻറ്റ് ആണോ, ക്യാർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിനെ ഇൻറ്റാക്കി മാറ്റാനാണോ, ഡബിളിനെ ഫ്ലോട്ടാക്കി മാറ്റാനാണോ, അതോ ഇൻറ്റിനെ ഡബിളാക്കി മാറ്റാനാണോ? നമുക്ക് വളരെ അല്ലെ നൺ ഓഫ് ദി എബോവ്. നമുക്കറിയാം കാസ്റ്റിംഗ് അല്ലേ എന്താണ്, ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ഉണ്ട്. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനകത്ത് എന്താ സംഭവിക്കുന്നത്, എപ്പോഴും കമ്പൈലർ തന്നെ സ്മോളസ്റ്റ് ഡേറ്റ ടൈപ്പിനെ ലാർജസ്റ്റ് ഡേറ്റ ടൈപ്പിലേക്ക് കമ്പൈലർ തന്നെ കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. എന്നാൽ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനകത്ത് എന്താ സംഭവിക്കുന്നത്, ഒരു പ്രോഗ്രാമറിന് ഒരു ഡേറ്റ ടൈപ്പിനെ മറ്റൊരു ഡേറ്റ ടൈപ്പിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കോഡിലൂടെ കാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ നമുക്കറിയാം, ക്യാറിനെക്കാട്ടി വലുതാണ് ഇൻറ്റ്, ഇത് ഇംപ്ലിസിറ്റ് ആയിട്ട് നടന്നോളും അല്ലേ. ഇൻറ്റിനേക്കാൾ വലുതാണ് ഡബിൾ, അതും ഇംപ്ലിസിറ്റ് ആയിട്ട് നടന്നോളും. എന്നാൽ ഡബിൾ ടു ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഡബിളിനെ നമ്മൾ ഫ്ലോട്ടിലേക്ക് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഡബിൾ ടു ഫ്ലോട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ അവിടെ എന്താണ്, ഒരു എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് വേണ്ടി വരും, ഒരു എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് വേണ്ടി വരും. ആ ഓപ്ഷൻ ഇവിടെ ബി ആണ്. ഇവിടെ ഇംപ്ലിസിറ്റ് എന്ന് പറയുന്ന കീവേഡിന് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് എന്ന് പറയുന്ന വാക്ക് ഇവിടെ വേണ്ട, കൺവേർഷൻ ഫ്രം ഡബിൾ ടു ഫ്ലോട്ട് എന്നോ അല്ലെങ്കിൽ കൺവേർഷൻ ഫ്രം ഇൻറ്റ് ടു ഡബിൾ എന്നോ മതി. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ രീതിയിൽ നോക്കുവാണെങ്കിൽ ബി ആയിരിക്കും ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഡബിളിനെ ഫ്ലോട്ടിലേക്ക് മാറ്റണമെങ്കിൽ പ്രോഗ്രാമർ എന്തായിട്ട് ചെയ്യണം, എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവിടെ കാസ്റ്റിംഗ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഡബിൾ ഡേറ്റ ടൈപ്പിനെ എന്താക്കാൻ പറ്റൂ, അത് ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ ബി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്, ഡബിൾ ടു ഫ്ലോട്ട് എന്നുള്ളതാണ് കേട്ടല്ലോ. ഡബിൾ ടു ഫ്ലോട്ട് കേട്ടോ, ഇതിൻ്റെ ആൻസർ ഏതാണ്, ഡബിൾ ടു ഫ്ലോട്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഡബിളിനെ ഫ്ലോട്ട് ആക്കാൻ, ഡബിൾ 8 ബൈറ്റും ഫ്ലോട്ട് 4 ബൈറ്റും ആണ്. അപ്പോൾ 8 ബൈറ്റിനെ ഫ്ലോട്ട് 4 ബൈറ്റിലേക്ക് എന്ത് ചെയ്യത്തില്ല, ഇംപ്ലിസിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഓപ്ഷൻ സി അല്ല, ബി ആണ് ഓപ്ഷൻ. എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്, ഓപ്ഷൻ ബി തന്നെയാണ്. ഓക്കെ,
വിച്ച് കീവേഡ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഇൻ സി അല്ലേ. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ അതായത് നമുക്ക് സി പ്രോഗ്രാമിനകത്ത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിക്ലെയർ ചെയ്യല്ല ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് ഏതാണെന്നാണ് ചോദിക്കുക. അങ്ങനെ ഒരു കീവേഡ് സിയിലില്ല അല്ലേ. സിയിൽ നമുക്ക് അങ്ങനെ ഒരു കീവേഡ് ഇല്ല. പൈത്തണിനകത്തും അല്ലെങ്കിൽ മറ്റു ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് അങ്ങനത്തെ കീവേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സിയിൽ എന്തില്ല അങ്ങനത്തെ ഒരു കീവേഡ്. അപ്പോൾ നൺ ഓഫ് ദി അബോവ് ആണ് ഇതിൻ്റെ ഉത്തരം. നൺ ഓഫ് ദി അബോവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കീവേഡ് ഇൻ സി ലാംഗ്വേജ്. സി ലാംഗ്വേജിനകത്തൊരു കീവേഡ് അല്ലാത്തത് ഏതാണ് അല്ലേ. ഓട്ടോ എന്ന് പറയുന്ന കീവേഡ് ഉണ്ട്, ലോങ് എന്ന് പറയുന്ന കീവേഡ് ഉണ്ട്, സൈസ് ഓഫ് ഉണ്ട്. പക്ഷേ സ്ട്രിങ് എന്ന് പറയുന്ന കീവേഡ് ഇല്ല. സ്ട്രിങ് എന്ന് പറയുന്ന കീവേഡ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത പ്രോഗ്രാമർ. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സി പ്രോഗ്രാം. ഇതിൻ്റെ സി പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പോസ് ചെയ്യുക, എന്നിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്വിച്ച് കാണും. ഈ സ്വിച്ചിനകത്തേക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഈ പ്രോഗ്രാം ആദ്യം തൊട്ട് തന്നെ നോക്കാം. ശ്രദ്ധിച്ച്, ഇവിടെ ഇൻറ്റ് i = 0. ഇവിടെ ഒരു ഫോർ ലൂപ്പ് ഉണ്ട്. ഫോർ ലൂപ്പിനകത്താണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? സ്വിച്ച് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഫോർ ലൂപ്പിനകത്താണ് സ്വിച്ച് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഐയുടെ വാല്യൂ 0 ആണ്. നിങ്ങൾ ട്രേസ് ചെയ്യുമ്പോൾ സൈഡിലേക്ക് അതിൻ്റെ വാല്യൂ ഒക്കെ എഴുതി നോക്കുക. ഐയുടെ വാല്യൂ 0 ആണ്. അപ്പം ഐയുടെ വാല്യൂ 0 ആവുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഐയുടെ വാല്യൂ 0 ആയിട്ട് സ്വിച്ച് വർക്ക് ചെയ്യുന്നു. ഐയുടെ വാല്യൂ ഫസ്റ്റ് 0 ആയിട്ട് സ്വിച്ച് വർക്ക് ചെയ്യുന്നു. 0 ആയിട്ട് സ്വിച്ച് വർക്ക് ചെയ്യുമ്പം ദാണ്ട് ഈ കണ്ടീഷൻ എന്താണ്? ട്രൂ ആവുന്നു. കേസ് 0 ട്രൂ ആവുന്നു അല്ലേ. ഐയുടെ വാല്യൂ 0 ആണല്ലോ, കേസ് ട്രൂ 0 എന്താവുന്നു? ട്രൂ ആവുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു അല്ലേ. 0 + 5. 0 + 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ എത്ര ആയിട്ട് മാറി? 5 ആയിട്ട് മാറി. ഐയുടെ വാല്യൂ 5 ആയിട്ട് മാറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ കേസിന് താഴെ ബ്രേക്ക് ഇല്ല, ബ്രേക്ക് എഴുതിയിട്ടില്ല. ബ്രേക്ക് എഴുതിയെങ്കിൽ മാത്രമേ ആ കേസിന് താഴെ നിന്ന് എക്സിറ്റ് ചെയ്യത്തുള്ളൂ അല്ലേ. അതായത് സ്വിച്ചിൽ നിന്ന് എക്സിറ്റ് ചെയ്യത്തുള്ളൂ. കേസിൻ്റെ താഴെ ബ്രേക്ക് എഴുതിയില്ലെന്ന് വിചാരിച്ച് എററൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഒരു കേസ് ട്രൂ ആയി കഴിഞ്ഞാൽ അതിൻ്റെ താഴോട്ടുള്ള എല്ലാ കേസുകളിലും എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വർക്ക് ചെയ്യും. ബ്രേക്ക് കാണുന്നിടം വരെ വർക്ക് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെ താഴെ ഒരു കേസ് ഉണ്ട് അല്ലേ. അപ്പോൾ കേസിൻ്റെ വാല്യൂ എത്ര ആയിട്ട് മാറും? അപ്പോൾ ഈ കേസും വർക്ക് ചെയ്യും. ഈ കേസ് വർക്ക് ചെയ്യുമ്പോൾ ഇനി 0 ആയി ട്രൂ ആയി താഴോട്ടുള്ള എല്ലാ കേസും വർക്ക് ചെയ്യും. എന്തുകൊണ്ട്? ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? 5 + 5ൻ്റെ കൂടെ താണ്ട് ഇവിടെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായി? ഐയുടെ വാല്യൂ 7 ആയി അല്ലേ. 5ൻ്റെ കൂടെ 7 ആയി. വീണ്ടും ഐയുടെ വാല്യൂ എന്തായിട്ട് മാറുന്നു? അതിൻ്റെ കൂടെ ഒരു 5ഉം കൂടെ ആഡ് ചെയ്യുന്നു. അപ്പം ഐയുടെ വാല്യൂ എത്ര ആയി? ഐയുടെ വാല്യൂ 5 12 ആയി. ഐയുടെ വാല്യൂ 12 ആയി. ഓക്കെ, ഐയുടെ വാല്യൂ 12 ആവുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഇനി ഇവിടെയും ബ്രേക്ക് ഇല്ല അല്ലേ. ബ്രേക്ക് എഴുതാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഐയുടെ വാല്യൂ എത്ര ആയിട്ട് മാറുന്നു? 12 + 4 16 ആയിട്ട് മാറുന്നു. ഐയുടെ വാല്യൂ എത്ര ആയിട്ട് മാറുന്നു? 16 ആയിട്ട് മാറുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ബ്രേക്ക് സംഭവിക്കുന്നു. ഇപ്പോൾ ഐയുടെ വാല്യൂ എത്രയായി? 16 ആയി. അപ്പോൾ എന്ത് സംഭവിക്കും? 16 എന്ന് പ്രിൻറ്റ് ചെയ്യും. എന്താ പ്രിൻറ്റ് ചെയ്യും? 16 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, 16 എന്ന് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം തീർന്നോ? ഇല്ല, ഐയുടെ വാല്യൂ 16 എന്ന് പ്രിൻറ്റ് ചെയ്തു. ഇവിടെ 20 താഴെയാണ് ഒന്നും കൂടെ വർക്ക് ചെയ്യാനല്ലേ വരുന്നത്. അപ്പോൾ 20 താഴെയാണ് ഒന്നും കൂടെ കയറുന്നു. ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 16 ആണ് അല്ലേ. ഐയുടെ വാല്യൂ ഇപ്പോൾ 16 ആണ്. 16 ഇതിനകത്ത് കയറുന്നു. ഇതിനകത്ത് കേസ് ഒന്നും ട്രൂ ആവുന്നില്ല. ഈ കേസ് ട്രൂ ആവുന്നില്ല, ഈ കേസ് ട്രൂ ആവുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഡീഫോൾട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഡീഫോൾട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡീഫോൾട്ടിനകത്ത് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? 16നോടൊപ്പം എന്ത് സംഭവിക്കുന്നു? 4 കൂടി ആഡ് ചെയ്യും. 16നോടൊപ്പം 4 കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 20 എന്ന് പറയുന്ന വാല്യൂ വരും. 16നോടൊപ്പം 4 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര പറ്റും? 20 എന്ന് പറയുന്ന വാല്യൂ വരും. അപ്പോൾ 20 എന്ന് പറയുന്ന വാല്യൂ വരുന്നു. എന്നിട്ട് ആ 20 എന്ന് പറയുന്ന വാല്യൂ 20 എന്ന് പറയുന്നത് അല്ല 16 അല്ല, സോറി 16 ആയിട്ടല്ല. 16 ആയതിനു ശേഷം എന്ത് സംഭവിക്കുന്നു? ആ ഇൻക്രിമെൻറ്റ് ചെയ്ത് 17 ആവും കേട്ടോ. 17 ആയിട്ട് മാറുന്നു. ആ 17 എന്ന് പറയുന്ന വാല്യൂ 17 എന്ന് പറയുന്ന വാല്യൂ ആണ് കയറുന്നത് കേട്ടോ. 16 അല്ല 17. 17 എന്ന് പറയുന്ന വാല്യൂ കയറുന്നു. 17 എന്ന് പറയുന്ന വാല്യൂ, അതായത് നേരത്തെ എത്രയായിരുന്നു? 16 പ്രിൻറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്തായിരുന്നില്ല. ഇൻക്രിമെൻറ്റ് ചെയ്ത് 17 ആയിട്ട് 17 എന്ന് പറയുന്ന വാല്യൂ ആണ് കയറുന്നത്. 17 എന്ന് പറയുന്ന വാല്യൂ കയറുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഇവിടെ കേസ് ഒന്നും ട്രൂ ആവുന്നില്ല. കേസ് ഒന്നും ട്രൂ ആവാത്തതുകൊണ്ട് ദാണ്ട് ഈ ഡീഫോൾട്ട് വർക്ക് ചെയ്യും. ഡീഫോൾട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് 17 പ്ലസ് എന്ത് സംഭവിക്കും? 4. 17 + 4 എന്ന് പറയുമ്പോൾ എത്രയായി? 21. ഐയുടെ വാല്യൂ എത്രയായി? I = 21. ഓക്കെ ആണല്ലോ. അപ്പോൾ 21 പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ എത്രയ്ക്കാണ് പ്രിൻറ്റ് ചെയ്യുന്നത്? 16ഉം 21. ആദ്യം 16 പ്രിൻറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് 21. മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം ഒരു മിസ്റ്റേക്ക് പറ്റി എന്തായിരുന്നു? ഇവിടെ ഐയുടെ വാല്യൂ 16 പ്രിൻറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് I++ ചെയ്തില്ല. ഞാൻ ആദ്യം 16 തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് I++ ചെയ്ത് 17 ആക്കിയതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 17നോടൊപ്പം 4 ആഡ് ചെയ്യുന്നു. അങ്ങനെ 21 ആയിട്ട് മാറുന്നു. അങ്ങനെ ഇതിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യുന്നത് 16ഉം 21 എന്നുള്ളതാണ് അല്ലേ. ആൻസർ എത്രയാണ്? സി. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് ഫോർ സ്വിച്ച് കൺട്രോളിംഗ് എക്സ്പ്രഷൻ. സ്വിച്ച് കൺട്രോളിംഗ് എക്സ്പ്രഷനകത്ത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓൺലി ഇൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സ്വിച്ച് കൺട്രോളിംഗ് എക്സ്പ്രഷൻ. സ്വിച്ച് കൺട്രോളിംഗ് എക്സ്പ്രഷനകത്ത് നമ്മൾ സ്വിച്ചിൻ്റെ ബ്രാക്കറ്റിനകത്ത് ഇൻറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. ഓൺലി ഇൻറ്റ് ആൻഡ് ക്യാർ ക്യാൻ ബി യൂസ്ഡ് ഇൻ സ്വിച്ച് കൺട്രോൾ. ഇൻറ്റിജർ മാത്രമല്ല ക്യാരക്ടറും യൂസ് ചെയ്യാം. അത് ഇൻറ്റിജറും ക്യാരക്ടറും മാത്രം അങ്ങനെ അല്ലേ. ഇൻറ്റ് ആൻഡ് ക്യാർ ഓൺലി അല്ലേ. ഓൺലി ഇൻറ്റ് ആൻഡ് ക്യാർ. ഓക്കെ, അടുത്ത ഓൺലി ഇൻറ്റ് ക്യാർ ഫ്ലോട്ട് ക്യാൻ ബി യൂസ്ഡ്.
അതായത് ഇൻറ്റും ക്യാറും ഫ്ലോട്ടിംഗ് യൂസ് ചെയ്യുക എന്നുള്ളത്. സ്വിച്ച് കൺട്രോളിങ് എക്സ്പ്രഷൻ ക്യാൻ ബി എം ഡി ആൾസോ, എം ഡി ആയിട്ട് വിട്ട് സ്വിച്ചിനെ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും പറ്റില്ല, നമുക്ക് ഫ്ലോട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതേപോലെ തന്നെ എം ഡി ആക്കി ഇടാനും പറ്റത്തില്ല. ഇതിനകത്ത് എന്തൊക്കെ സംഭവിക്കും? ഒൺലി ഇൻറ്റ് ക്യാൻ ബി യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റ് മാത്രമേ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെയല്ല, നമുക്ക് ക്യാരക്ടറും പറ്റും. അതുകൊണ്ട് തന്നെ ഇൻറ്റും ക്യാരക്ടറും യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആൻസർ ബി ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ്, നിങ്ങൾക്ക് ചോദ്യം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫോളോയിങ് ഡിക്ലറേഷൻ ഇൻ സി ലാംഗ്വേജ്? അപ്പം ഈ സി ലാംഗ്വേജിനകത്ത് ഈ ഒരു ഡിക്ലറേഷൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മീനിങ് എന്താണ്? ഇവിടെ ഒരു ഇത് ഓക്കെ സ്മോൾ ഐ ആണ്. ഓക്കെ, സ്മോൾ ഐ ഇൻറ്റ് എന്താണ് സ്റ്റാർ പി ബ്രാക്കറ്റിനകത്ത് 5. എന്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? ഇത് ഒരു എന്താണ് ഒരു 5 സൈസുള്ള അറയിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്ററിനെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ പോയിന്റർ പി എന്തിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്? 5 സൈസുള്ള ഒരു 1 ഡയമെൻഷണൽ അറേ, 5 സൈസുള്ള ഒരു 1 ഡയമെൻഷണൽ അറയിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോയിന്ററാണ് ഈ പി എന്ന് പറയുന്നത്. ഓക്കെ, പി ഈസ് ആൻ അറേ ഓഫ് 5 പോയിന്റർ ടു ഇൻറ്റിജർ. P is an pointer to an array of 5 integers. അപ്പോൾ P is a pointer to 5 integers അല്ല, അല്ലേ? 5 ഇൻറ്റിജേഴ്സിലുള്ള പോയിൻ്റ് അല്ല, പോയിൻ്റർ അല്ല. P is a pointer to an integer array. പോയിൻ്റർ ടു ഓക്കെ, P is a pointer to an integer array. അത് ഓക്കെ ആണെങ്കിലും കറക്റ്റായിട്ടാണ് P is a pointer to an array of 5 integers. 5 ഇൻറ്റിജേഴ്സ് ഉള്ള ഒരു അറയിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിൻ്ററാണ് എന്ന് പറയുന്നത് P എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതായിരുന്നു? ആൻസർ ഡി ആയിരുന്നു കേട്ടോ. P is a pointer to an array of 5 integers. ഓക്കെ, ഇതെന്താണ്? P is an array of 5 pointers എന്ന് വെച്ചാൽ എന്താണ്? അറേ ഓഫ് പോയിന്റേഴ്സ് വേറെയും പോയിന്റർ അറേ, അത് രണ്ടും ഡിഫറൻ്റ് ആണ് കേട്ടല്ലോ. അപ്പം P is a pointer, P ഒരു പോയിന്റർ ആണ്. ടു ആൻ അറേ, എങ്ങോട്ടാണ്? ഒരു അറേ ഓഫ് 5 integers. 5 integers സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറയിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്ററാണ് P. ഓക്കെ, which of the following initialization of a 2D array is correct? 2D അറയ്ക്കകത്ത് 2D അറേ ഡിക്ലറേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനിഷ്യലൈസേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് എന്താണ് ഇനിഷ്യലൈസേഷൻ നമുക്കറിയാം. അതായത് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വാല്യൂവിനെ അതിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഇനിഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ നമുക്ക് 4 ഡിക്ലറേഷൻസ് തന്നിട്ടുണ്ട് ഇനിഷ്യലൈസേഷൻ. അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇനിഷ്യലൈസേഷൻ 2D അറേ ഈസ് കറക്റ്റ്. കറക്റ്റ് ആയിട്ടുള്ള ഇനിഷ്യലൈസേഷൻ ഏതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്തായാലും ആദ്യത്തത് കറക്റ്റാണ്, അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നുമില്ല. ആദ്യത്തിനകത്ത് എന്താ ഒരു കുഴപ്പമില്ല അല്ലേ? 2 റോയും 4 കോളവുമുള്ള അറയാണ്, 2 റോയും 4 കോളവും ഉള്ള ഒരു അറയാണ്. അതിനകത്തേക്ക് വാല്യൂ കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തത് എന്തായാലും ഇത് ഇൻവാലിഡ് ആണ്. നമ്മൾ സൈസ് കൊടുക്കാതെ നമുക്ക് അറേ ഡിക്ലറേഷൻ പറ്റും. 1 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ മാത്രമേ അത് പറ്റൂ. 2 ഡയമെൻഷണൽ അറേക്കകത്ത് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. 2 ഡയമെൻഷണൽ അറേക്കകത്ത് നമ്മൾ സൈസ് കൊടുക്കണം, മസ്റ്റായിട്ട് സൈസ് കൊടുക്കണം. ഇവിടെ ഇവിടെ റോയുടെ സൈസ് മിസ്സിങ്ങും ഇവിടെ കോളത്തിൻ്റെ സൈസ് മിസ്സിങ്ങും ആണ് അല്ലേ? ഇവിടെ റോയുടെ സൈസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒമിറ്റ് ചെയ്യാം. റോയുടെ സൈസ് നമുക്ക് വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? ഇതും ശരിയാണ്. പക്ഷേ കോളത്തിൻ്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൊടുക്കാതിരിക്കാൻ പറ്റില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഡിക്ലറേഷനകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 4 കോളത്തിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ 1 2 3 4 4 എത്തുമ്പോൾ തന്നെ അതൊരു റോ ആയിട്ട് മാറും. പിന്നെ 1 2 3 4 അപ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത റോ ആയിട്ട് അത് എടുത്തോളും. എന്നാൽ ഇവിടെ എന്താണ്? ഇവിടെ റോയുടെ സൈസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു റോയിൽ എത്ര എലമെന്റ് ആണെന്ന് ഇവിടെ പറയാത്തതുകൊണ്ട് തന്നെ ഈ റോ എവിടെ നിൽക്കണം എന്നുള്ള കാര്യത്തിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതും വാലിഡ് ആണ്. അപ്പോൾ ഈ 2 എണ്ണം വാലിഡ് ആണ്, 1 ഉം 2 ഉം വാലിഡ് ആണ്. അപ്പോൾ എന്താണ്? സി ആണ് ഇതിൻ്റെ ഉത്തരം അല്ലേ? സി ആണ്. ഓൺലി 1 and 2 ഈസ് കറക്റ്റ്. ഓക്കെ, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം? ഇതിനകത്ത് പ്രോഗ്രാം നോക്കുക. അപ്പം ഈ പ്രോഗ്രാമിനകത്ത് നമുക്കൊരു മാർക്കോ ഡെഫിനേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. ഒരു മാക്രോ ഡെഫിനേഷനകത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? മാക്രോ ഡെഫിനേഷൻ നമുക്കറിയാം. അപ്പോൾ ഇവിടെ മാക്രോ ഡെഫിനേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെ വാല്യൂ ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്, മാക്രോ ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും അല്ലേ? ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ്? 36 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ്. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 6. 6നെയാണ് നമ്മൾ ഇവിടെ പാസ് ചെയ്തിരിക്കുന്നത്. സോ 6 ഇൻറ്റു 6 ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. എക്സ്പാൻഡ് ചെയ്യുക. മാക്രോ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാക്രോയെ അവിടെ കൊണ്ടുവന്ന് എക്സ്പാൻഡ് ചെയ്തായിരിക്കും അത് വർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിനെ ഇവിടെ കോൾ ചെയ്യുക, അല്ലാതെ ഇതിനെ അവിടെ പോയി കോൾ ചെയ്തിട്ട് ഫംഗ്ഷൻ കോൾ പോലെയല്ല. ഇതിനെ അവിടെ പോയി കോൾ ചെയ്ത് വാല്യൂ അവിടെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുകയല്ല ചെയ്യുന്നത്. മാക്രോ കോൾ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മാക്രോയെ അവിടെ ആ മാക്രോയുടെ ഡെഫിനിഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം ഇവിടെ ഈ ഡിവൈഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഇൻറ്റിജർ ഡിവിഷൻ ഓപ്പറേഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷനും ഒരേ പ്രസിഡൻസ് ആയതുകൊണ്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇത് ചെയ്യും.
ചെയ്യും. സോ 36 എന്താണ് 36 ഡിവൈഡഡ് ബൈ 6 എന്ന് വെച്ചാൽ എന്താണ് 6 ആണ് അല്ലേ. അപ്പം 6 into 6 is equal to 36. സോ ആൻസർ ഈസ് 36. നിങ്ങൾ അല്ലാതെ ഇത് ചെയ്തിരുന്നെങ്കിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇവിടെ 6 വന്നു, 6 into 6 36 വരും. സോ 36 ഡിവൈഡ് ബൈ 36 ഈസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ വിചാരിച്ച് ചിലപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുമെന്ന് വിചാരിച്ച് അത് കറപ്പിക്കും അല്ലേ. ഇവിടെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വരണമായിരുന്നെങ്കിൽ ഇത് താണ്ട് ഇവിടെ 1 ഉത്തരമായിട്ട് വരണമായിരുന്നെങ്കിൽ ഇതിനകത്ത് താണ്ട് ഇങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ശരിയാണ്. അപ്പോഴും അവിടെ പോയി പ്രോസസ്സ് ചെയ്ത് തിരിച്ചു വരുന്നതല്ല എൻ്റെ അർത്ഥം. ഇവിടെ ബ്രാക്കറ്റ് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ബ്രാക്കറ്റിനകത്തുള്ള ക്രിയ ആദ്യം നടക്കും, എന്നിട്ട് ബാക്കിയുള്ള ചെയ്യും. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പെഷ്യൽ സിമ്പിൾ ക്യാൻ ബി യൂസ്ഡ് ഇൻ എ സി വേരിയബിൾ നെയിം? അപ്പോൾ സി വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് സി വേരിയബിൾ ഡിക്ലറേഷനകത്ത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന സ്പെഷ്യൽ സിമ്പിൾ ആകെപ്പാട് ഒരേ ഒരു സ്പെഷ്യൽ സിമ്പിൾ യൂസ് ചെയ്യാൻ പറ്റൂ. അത് അണ്ടർസ്കോർ ആണ് അല്ലേ. സിമ്പിൾ ചോദ്യമാണ്, അത് അണ്ടർസ്കോർ ആണ്. അറ്റ് എ ടൈം എ ഫംഗ്ഷൻ ക്യാൻ റിട്ടേൺ. ഒരു സമയത്ത് ഒരു ഫംഗ്ഷന് സി പ്രോഗ്രാമിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് എ ടൈം ഒരു ഫംഗ്ഷന് എത്ര വാല്യൂവിനെ റിട്ടേൺ ചെയ്യാൻ പറ്റും? ഒരു വാല്യൂവിനെ മാത്രമേ റിട്ടേൺ ചെയ്യാൻ പറ്റൂ. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സി സ്റ്റേറ്റ്മെൻറ്റ്? അപ്പം ഈ സി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു അറേ ക്യാരക്ടറെ ഹലോ സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇവിടെ മറ്റൊരു ക്യാരക്ടർ അറേക്കകത്തേക്ക് ഹലോ സ്റ്റോർ ചെയ്തിരിക്കുന്നു. എന്നിട്ട് സ്ട്രിങ് കമ്പയർ ചെയ്യുകയാണ്. സ്ട്രിങ് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഹലോയും കൂടെ താരതമ്യം ചെയ്യും അല്ലേ. അത് ഈക്വൽ ആയതുകൊണ്ട് എന്ത് റിട്ടേൺ ചെയ്യും? 1 എന്ന് റിട്ടേൺ ചെയ്യും. ഈക്വൽ അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? 1 അല്ലാത്തൊരു വാല്യൂ റിട്ടേൺ ചെയ്തേനെ. അപ്പോൾ ഇവിടെ ഈക്വൽ ആയതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? 1 റിട്ടേൺ ചെയ്യും. ഓക്കെ. സോ ആൻസർ 1 ആണ്. എ ആണ് ആൻസർ അല്ലേ. ഓപ്ഷൻ എ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു ആക്സസ് സ്ട്രക്ചർ എലമെൻറ്റ്? സ്ട്രക്ചർ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ട്രക്ചറിനകത്തുള്ള എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോട്ട് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഡോട്ട് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തൊരു ചോദ്യം നോക്കിയേ. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് n ആൻഡ് i ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ഫോളോയിങ് കോഡ്? അപ്പോൾ ഈ കോഡിൻ്റെ എക്സിക്യൂഷന് ശേഷം എന്തായിരിക്കും ഐയുടെയും എന്നിൻ്റെയും വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പോസ് ചെയ്യുക, എന്നിട്ട് എന്താ ചെയ്യുക, നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക, എന്നിട്ട് പ്ലേ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഐയുടെയും എന്നിൻ്റെയും വാല്യൂ ബിഗിനിങ്ങിൽ 4ഉം 2 ആണ്. അതിനുശേഷം ഒരു ലൂപ്പുണ്ട്. ലൂപ്പിനകത്ത് i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ഇവിടെ നോക്കുക എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. i++ ഇവിടെ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്. പോസ്റ്റ് ഇൻക്രിമെൻറ്റും പ്രീ ഇൻക്രിമെൻറ്റും ഒരു ക്രിയയ്ക്കകത്ത് ഒരു എക്സ്പ്രഷനകത്ത് വന്നു കഴിഞ്ഞാൽ പ്രീ ഇൻക്രിമെൻ്റ് ആണെങ്കിൽ ആദ്യം പ്രീ ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്നാൽ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണെങ്കിൽ ആദ്യം എന്താണ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ നടക്കുന്നത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐയുടെ വാല്യൂ ഇപ്പോൾ എന്താണ്? 4 ഉപയോഗിച്ചാണ് ഫസ്റ്റ് കമ്പാരിസൺ ഇവിടെ നടക്കുന്നത്. 4 ട്രൂ ആണ്. 4 15നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് ഇതിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഈ ഇവാലുവേഷൻ കഴിയുമ്പോൾ തന്നെ ഐയുടെ വാല്യൂ എത്രയായിട്ട് മാറുന്നുണ്ട്? 5 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ. ഐയുടെ വാല്യൂ 5 ആയിട്ട് മാറുന്നുണ്ട്. മാറിയതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? 4 ഉപയോഗിച്ചാണ് കമ്പാരിസൺ നടന്നത്. പക്ഷേ ഐയുടെ വാല്യൂ 5 ആയതിനു ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്ത് സംഭവിക്കുന്നു? എന്നിൻ്റെ വാല്യൂ 3 ആയിട്ട് മാറുന്നു. ഓക്കെ. അപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ 5 ആണ്. അപ്പോൾ 5 ഉപയോഗിച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ കമ്പാരിസൺ ട്രൂ ആകുമ്പോൾ തന്നെ എന്താക്കുന്നു? 6 ആക്കുന്നു. 6 ആക്കിയതിന് ശേഷം എന്താണ്? എന്നിൻ്റെ വാല്യൂ എത്ര ആവുന്നു? 4 ആവുന്നു. ഓക്കെ. ഐയുടെ വാല്യൂ ഇപ്പോൾ 6 ആണ്. 6 ഉപയോഗിച്ച് കമ്പയർ ചെയ്തതിന് തൊട്ട് പുറകെ തന്നെ ഐയുടെ വാല്യൂ 7 ആകുന്നു. എന്നിട്ട് ഇത് എന്താവുന്നു? 5 ആവുന്നു. ഐയുടെ വാല്യൂ 8 ആകുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? 6 ആകുന്നു. ഐയുടെ വാല്യൂ 9 ആകുന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നു? 7 ആകുന്നു. ഐയുടെ വാല്യൂ 10 ആകുന്നു. ഇവിടെ എത്ര സംഭവിക്കുന്നു? 8 ആകുന്നു. ഐയുടെ വാല്യൂ 11 ആകുന്നു. ഇവിടെ 9 ആകുന്നു. ഐയുടെ വാല്യൂ 12 ആകുന്നു. ഇവിടെ 10 ആകുന്നു. ഐയുടെ വാല്യൂ 13 ആകുന്നു. ഇവിടെ 11 ആകുന്നു. ഐയുടെ വാല്യൂ 14 ആകുന്നു. ഇവിടെ 12 ആകുന്നു. ഐയുടെ വാല്യൂ 15 ആകുന്നു. ഇപ്പോൾ നോക്കണം, ഐയുടെ വാല്യൂ 15 ആണ്. 15 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ട്രൂ ആണ്. ഉടനെ തന്നെ എന്ത് സംഭവിക്കുന്നു? ഉടനെ തന്നെ 15 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ആകുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? എന്നിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. എന്നിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് 13 ആവുന്നു. ആ ഇൻക്രിമെൻറ്റിൽ തന്നെ എന്ത് സംഭവിക്കുന്നു? ഐയുടെ വാല്യൂ 16 ആക്കിയതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ഐയുടെ വാല്യൂ 13 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഐയുടെ വാല്യൂ 16 ആക്കിയതിന് ശേഷം ഇവിടെ 13 ആകുന്നു. എന്നിട്ട് പിന്നെ പോയിട്ട് എന്ത് സംഭവിക്കുന്നു? ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? തെറ്റിപ്പോയി അല്ലേ. പിന്നെ എന്നിൻ്റെ വാല്യൂ കൂടത്തില്ല. സോ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 13 16 അല്ലേ. 13 16 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. 13 16 എന്ന് വെച്ചാൽ എന്നിൻ്റെ വാല്യൂ 13, അതേപോലെ ഐയുടെ വാല്യൂ 16. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിനുത്തരം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ കാര്യത്തിലായിരിക്കും കൺഫ്യൂഷൻ. അതായത് 15 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 അത് ട്രൂ ആകുമ്പോൾ ഇതിനകത്തേക്ക് കയറുമല്ലോ. പക്ഷേ അപ്പോൾ തന്നെ ഐയുടെ വാല്യൂ 16 ആക്കിയതിന് ശേഷമാണ് ഇതിനകത്തേക്ക് കയറുന്നത്. അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ.
അടുത്തത് ഒരു അറേ 3 ഡയമെൻഷണൽ അറയാണ് തന്നിരിക്കുന്നത്, മൾട്ടി ഡയമെൻഷണൽ അറയാണ് തന്നിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് നമുക്ക് പോയിന്റർ, അത് പോയിന്റർ കൺസെപ്റ്റ് ആണ്. ഇതിനകത്തുനിന്ന് പോയിന്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് 24 എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യണം. അപ്പോൾ 24 എന്ന് പറയുന്ന വാല്യൂ ഈ തേർഡ് അറയ്ക്കകത്താണ് കിടക്കുന്നത് അല്ലേ. ഇതൊരു ഫസ്റ്റ് അറേ, ഇത് സെക്കൻഡ് അറേ, ഇത് തേർഡ് അറേ. തേർഡ് അറയ്ക്കകത്ത് രണ്ടാമത്തെ റോയ്ക്കകത്ത് ഇവിടെ കിടപ്പുണ്ട് 24. അപ്പോൾ 24 ആണ് പ്രിന്റ് ചെയ്യേണ്ടത് അല്ലേ. 24 പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തേർഡ് അറയിലേക്ക് വരണം. തേർഡ് അറയിലേക്ക് വരണമെങ്കിൽ അറേ നെയിമിനോടൊപ്പം നമ്മൾ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അറേ നെയിമിനോടൊപ്പം 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ അറയിലേക്ക് വരും. അറേ നെയിമിനോടൊപ്പം 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എയോടൊപ്പം 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്ക് വരും? ഈ തേർഡ് അറയിലേക്ക് വരും. അപ്പോൾ അറേ നെയിമിനോടൊപ്പം 2 ആഡ് ചെയ്യുന്നു. എല്ലായിടത്തും 2 തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എല്ലായിടത്തും 2 തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഈ പോയിന്റർ കൺസെപ്റ്റ് അറിഞ്ഞുകൂടെങ്കിൽ പോലും നമുക്ക് പോയിന്റർ ഇല്ലാതെ ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്താനുള്ള സാധാരണ മാർഗം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ ഇൻഡെക്സ് വെച്ച് പറയുകയാണെങ്കിൽ എയ്ക്കകത്ത് എത്രാമത്തെ ഇൻഡെക്സ് ആണ്, എത്രാമത്തെ അറയാണിത്? എത്രാമത്തെ അറയാണ്? എയ്ക്കകത്ത് 0 1 2. അപ്പോൾ സെക്കൻഡ് അറയ്ക്കകത്ത് അല്ലെ, സെക്കൻഡ് അല്ല തേർഡ് അറയാണ്. ഇൻഡെക്സ് വെച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് അല്ലെ. 3 ഡയമെൻഷൻ അറയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ഡയമെൻഷൻ അറയുടെ ഇൻഡെക്സ് 0, രണ്ടാമത്തേൻ്റെ 1, മൂന്നാമത്തേൻ്റെ 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഇൻഡെക്സിലേക്ക് വരുന്നു, മൂന്നാമത്തെ അറയിലേക്ക് 3 ഡയമെൻഷൻ അറയിലേക്ക് വരുന്നു. അതിനകത്ത് എത്രാമത്തെ റോയാണ്? അതിനകത്ത് 0th റോ, ഫസ്റ്റ് റോ അല്ലെ. അതിനകത്ത് ഫസ്റ്റ് റോയ്ക്കകത്ത് അതിനകത്ത് ഫസ്റ്റ് റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് വെച്ച് ഫസ്റ്റ് കേട്ടോ. അതായത് രണ്ടാമത്തെ റോ ആണെങ്കിൽ ഇൻഡെക്സ് വെച്ച് പറയുമ്പോൾ ഒന്നാമത്തെ ഇൻഡെക്സിലെ റോയ്ക്കകത്ത് എത്രാമത്തെ വാല്യൂ ആണ്? 0 1 2 അല്ലേ. 0 1 2. ഇങ്ങനെയാണ് നമ്മൾ പോയിന്റർ ഇല്ലാതെ നമുക്ക് അവിടെ എത്താൻ പറ്റുന്നത്. ഇതാണ്. അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ ട്രേസ് ഔട്ട് ചെയ്യാം. ഇതിനകത്ത് ഈ ഒരു ഓർഡറിൽ ഇവിടെ പോയിന്റർ യൂസ് ചെയ്തിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 1 2 ഇതാണ്. ബാക്കിയുള്ളതിനകത്തെല്ലാം ഓർഡർ വ്യത്യാസമാണ്, ഉപയോഗിച്ചിരിക്കുന്ന വാല്യൂസ് വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഉത്തരം? ഡി ആയിരിക്കും ഉത്തരം. ഇനി പോയിന്റർ ഉപയോഗിച്ച് നമുക്ക് ഇത് എങ്ങനെയാണ് ഇവിടെ എത്തിയത് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. A+2 നമുക്ക് അറേയുടെ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്ററാണ് നമുക്കറിയാം. അറേയുടെ നെയിം ഇറ്റ്സെൽഫ് എ പോയിന്റർ എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് അറേയുടെ ബിഗിനിങ് അഡ്രസ്സിനെ സൂചിപ്പിക്കുന്നു. അതിനോടൊപ്പം 2 ആഡ് ചെയ്യുക, അത് 3 ഡയമെൻഷൻ അറയാണ്. അതിനോടൊപ്പം 2 ആഡ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അറയിലേക്ക് എത്താൻ വേണ്ടിയാണ്. ഓക്കെ, അതിനോടൊപ്പം 2 ആഡ് ചെയ്യുന്നു, എന്നിട്ട് ഇതിലേക്ക് എത്തുന്നു. അതിനോടൊപ്പം അതിൻ്റെ ആസ്ട്രിക് സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഒരു സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ ആ അഡ്രസ്സിനോടൊപ്പം ഒരു സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ ഈ അറയിലേക്ക് പ്രവേശിക്കുന്നു. ആ അറയിലേക്ക് പ്രവേശിച്ചിട്ട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിലേക്ക് സംഭവിക്കും? ഈ റോയിലേക്ക് വരുന്നു. ആ റോയിലേക്ക് വരുന്നു. ആ റോയിലേക്ക് വന്നതിന് ശേഷം ഒരു ആസ്ട്രിക് സിമ്പിൾ ഇട്ടിട്ട് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ അഡ്രസ്സിലേക്ക് വരും. ഇതിൻ്റെ അഡ്രസ്സിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ അഡ്രസ്സിലേക്ക് വന്നു. അതിൻ്റെ മുന്നിൽ ഒരു ആസ്ട്രിക് സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ആ എലമെൻറ്റിലേക്ക് വരും. ഏത് എലമെൻറ്റിലേക്ക് വരും? ആ എലമെൻറ്റിലേക്ക് വരും. ഓക്കെ, അപ്പം അങ്ങനെ ഇത് പോയിന്ററാണ്. പോയിന്റർ പഠിക്കണം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സിമ്പിളാണ്. നിങ്ങൾ ഈ രീതിയിൽ എഴുതിയിട്ട് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നത് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ ഇതിനായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഓർഡർ വരുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഉത്തരം. ഓക്കെ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്? നമുക്ക് നോക്കാം. കോഡ് നോക്കുക. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക. എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു എയുടെയും ബിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എ ഈസ് ഈക്വൽ ടു 11, എന്നിട്ട് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു 11 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിൻറ്റ് ബിയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് നമുക്കറിയാം. ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന വാല്യൂ എയുടെ വാല്യൂ എത്രയായിട്ട് മാറും? 5ൽ നിന്നും എത്രയായിട്ട് മാറും? 11 ആയിട്ട് മാറും. 5ൽ നിന്നും 11 ആയിട്ട് മാറും. എന്നിട്ട് 11 എയുടെ ഇവിടുത്തെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 11 ആയിട്ട് മാറും അല്ലേ. ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള ഓപ്പറേഷൻ നടത്തും. അത് കഴിഞ്ഞ് എയുടെ വാല്യൂ എത്രയായിട്ട് മാറും? 11 ആയിട്ട് മാറും. അപ്പം 11 ഇൻറ്റു 11 എത്രയാണ്? 121. നമ്മൾ ചിലപ്പോൾ ഇവിടെ വിചാരിക്കും 5 ഇൻറ്റു 11 ചെയ്യാൻ ശ്രമിക്കും. അതല്ല, 11 ആദ്യം ഈ ഓപ്പറേഷൻ നടത്തുമ്പോൾ തന്നെ എയുടെ വാല്യൂ എത്രയായിട്ട് മാറും? 11 ആയിട്ട് മാറും. എന്നിട്ട് പിന്നീട് എയുടെ വാല്യൂ ഇവിടെ പ്ലേസ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്? ആ 11 ആയിരിക്കും ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. സോ 11 ഇൻറ്റു 11 എന്നുള്ളതായിരിക്കും വാല്യൂ വരുന്നത്. 11 ഇൻറ്റു 11 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 121 എന്ന് പറയുന്നതായിരിക്കും വാല്യൂ. ഓക്കെ, ദ റിട്ടേൺ ടൈപ്പ് ഓഫ് സൈസ് ഓഫ് ഓപ്പറേറ്ററിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കും? അൺസൈൻഡ് ഇൻ്റ് ആയിരിക്കും അല്ലേ. സൈസ് എന്ന് വെച്ചാൽ നമുക്ക് വേരിയബിളിൻ്റെ അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പിൻ്റെ ഒക്കെ സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും? അൺസൈൻഡ് ഇൻ്റ് ആയിരിക്കും. ഓക്കെ, അൺസൈൻഡ് ഇൻ്റ് ആയിരിക്കും. നെഗറ്റീവ് വാല്യൂ വരത്തില്ല. അതാണ് അൺസൈൻഡ് ഇൻ്റ് എന്ന് പറയുന്നത്.
ഡാഷ് ഫംഗ്ഷൻ അലോക്കേറ്റ്സ് മൾട്ടിപ്പിൾ ബ്ലോക്സ് ഓഫ് മെമ്മറി വിത്ത് ഈച്ച് ബ്ലോക്ക് ഓഫ് ദ സെയിം സൈസ്. അപ്പോൾ നമുക്കറിയാം ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ്. ഡൈനാമിക് മെമ്മറി അലോക്കേഷനകത്ത് നമ്മൾ CALOC അല്ല MALOC അല്ലേ, MALOC ആണ് എന്ത് ചെയ്യുന്നത്, മെമ്മറി മൾട്ടിപ്പിൾ ബ്ലോക്സ് ഓഫ് മെമ്മറി അലോക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് MALOC എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, വാട്ട് വിൽ ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്? താഴെ തന്നിരിക്കുന്ന കോഡിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു 2, നമ്പർ ഈസ് ഈക്വൽ ടു 5, പ്രിൻറ്റ് നമ്പർ. ഓക്കെ, ഇവിടെ ഒരു ബ്ലോക്കാണ്, ഈ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ബ്ലോക്കിനകത്താണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ ഇത് ഒരു ലോക്കൽ വേരിയബിൾ ആണ്. ഈ നമ്പർ എന്ന് പറയുന്ന ലോക്കൽ വേരിയബിൾ ആണ്. ഈ ബ്ലോക്കിന് പുറത്ത് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എറർ ഉണ്ടാവും. സോ ഇവിടെ ഉണ്ടാകുന്ന കമ്പൈലേഷൻ എറർ ആയിരിക്കും. ഓക്കെ, കാര്യം ഈ ബ്ലോക്ക് ഈ നമ്പർ എന്താണ്, ഒരു ലോക്കൽ വേരിയബിൾ ആണ്. ഓക്കെ, വാട്ട് വിൽ ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്? ഈ കോഡിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കോഡ് ശ്രദ്ധിച്ച് നോക്കുക. ഈ കോഡിനകത്ത് ഇത് ചോദിച്ചാണ്, അസിസ്റ്റന്റ് പ്രൊഫസർ 2021 ചോദിച്ചാണ്. ഇത് ശ്രദ്ധിച്ച് നോക്കുക. ഇതിനകത്ത് ഇവിടെ ഒരു ഔട്ടർ ലൂപ്പ് ഉണ്ട്. ഇവിടെ ഒരു ഔട്ടർ ലൂപ്പ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ഇന്നർ ലൂപ്പ് കാണാം. ഇവിടെ I 0 ആണെങ്കിൽ I<20 ആണെങ്കിൽ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് J=Jയുടെ വാല്യൂ ഇവിടെ സെറ്റ് ചെയ്യുന്നു. Jയുടെ വാല്യൂ 5 താഴെയാണെങ്കിൽ ഇവിടെ വരുന്നു. എന്നിട്ട് ഇവിടെയാണ് നമുക്ക് പലപ്പോഴും നമ്മൾ അവിടെ J ആണെന്ന് വിചാരിക്കും. ഇതൊക്കെ ശ്രദ്ധിച്ച് നോക്കിയില്ലെങ്കിലുള്ള കുഴപ്പമാണ്. ഇവിടെ I<2 ആണെങ്കിൽ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം I 0 ആകുമ്പോഴും 1 ആകുമ്പോഴും എന്ത് സംഭവിച്ചോളും, കേരള എന്ന് പ്രിന്റ് ചെയ്യും. I 0 ആകുമ്പോൾ, അതായത് Iയുടെ വാല്യൂ 0ഉം 1ഉം ആയിരിക്കുമ്പോൾ കേരള എന്ന് പ്രിന്റ് ചെയ്യും. അല്ലാതെ എന്ത് വാല്യൂ Iക്ക് വന്നാലും എന്ത് സംഭവിക്കത്തില്ല, ഈ കേരള പ്രിന്റ് ചെയ്യത്തില്ല. അപ്പോൾ എത്ര തവണ പ്രിന്റ് ചെയ്യും? അപ്പോൾ ആദ്യം ഐയുടെ വാല്യൂ എന്ത് സംഭവിക്കുന്നു, 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും, 0 to 4 അതായത് 5 തവണ ആദ്യം കേരള എന്ന് പ്രിന്റ് ചെയ്യും. അടുത്ത ഐയുടെ വാല്യൂ 1 വരും. ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ എന്ത് സംഭവിക്കും, 5 തവണ പ്രിന്റ് ചെയ്യും. അടുത്ത ഐയുടെ വാല്യൂ 2 ആവും. >2 ആണെങ്കിലാണ് ചെയ്യാൻ പറഞ്ഞത്. 2 എന്ന് വെച്ചാൽ >2 അല്ലല്ലോ, >2 ആണെങ്കിലാണ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഒരു 5 തവണയും കൂടെ കേരള എന്ന് പ്രിന്റ് ചെയ്യും. അങ്ങനെ ടോട്ടൽ 15 തവണ കേരള എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ആൻസർ ബി ആണ്. കേരള വിൽ ബി പ്രിന്റ് 15 times. ഓക്കെ, അപ്പം കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കിയത്. അപ്പം ഇതുമായിട്ട് അനുബന്ധമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.